പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 5 കൊല്ലം പാലക്കാട്ടുകാരുടെ MP ആയി ഓടി നടന്ന വഴികളിലൂടെ വീണ്ടും വോട്ട് ചോദിച്ചു പോവുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? നല്ല പ്രതികരണമാണ്. ഒന്ന്, ഒട്ടുമിക്ക പേർക്കും എന്നെ അറിയാം. അപ്പോൾ അമ്മമാരും സഹോദരിമാരൊക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അവർ അഭിവാദ്യം ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. എൻ്റെ നാട്, എൻ്റെ പാലക്കാട് വളരെ അഭിമാനം കൊള്ളുകയാണ്. എൻ്റെ നാട്ടുകാർ, എന്നെ അറിയുന്നവർ, കുട്ടിക്കാലം പോലെ എന്നോടൊപ്പം ഇടപഴകിയവർ, അങ്ങനെ പല കാര്യത്തിനും എൻ്റെ അടുത്ത് വന്നവർ, ആ സൗഹൃദം, സന്തോഷം, സ്നേഹം പാലക്കാടിന് മാത്രം ഒരു പ്രത്യേകതയാണ്. നല്ല ആതിഥേയ മര്യാദയുള്ള ആളുകളാണ്. എല്ലാവർക്കും എല്ലാവരും സ്വീകരിക്കും. അതിൽ മറ്റൊന്നുമില്ല. അപ്പോൾ ഒരു വകഭേദമില്ലാതെ ഒരു നല്ല മതേതര മനസ്സ് ഉള്ള നാട്. എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരും പങ്കെടുക്കും. എല്ലാ ദുഃഖം വരുമ്പോഴും എല്ലാവരും പങ്കെടുക്കും. ഇങ്ങനെ ഒരു നന്മയുള്ള നാട് വേറെ ഇല്ല. എനിക്ക് ഏറെ ഇഷ്ടമുള്ള എൻ്റെ പാലക്കാട്ടുകാരുമായി എപ്പോഴും, തെരഞ്ഞെടുപ്പിനല്ല അല്ലാത്തപ്പോഴും എപ്പോഴും ഇടപഴകാൻ എനിക്ക് അതിയായ താല്പര്യമാണ്. LDF അവരുടെ കോട്ട എന്ന് പറയുന്ന ഭാഗങ്ങളിലേക്കെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തുമ്പോൾ പ്രവർത്തകരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വലിയ ആവേശമാണ് കാണുന്നത് UDFന്റെ പ്രചരണത്തിന്. തീർച്ചയായിട്ടും അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു ശക്തിയുള്ള മണ്ഡലം തന്നെയാണ് പണ്ട് LDF. അപ്പം അതൊക്കെ മാറി. ഇപ്പോൾ ജനങ്ങൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ആരാണ് നല്ലത് ചെയ്യുന്നത്, ആരാണ് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവർ നല്ല പരിശോധിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ജനങ്ങളുടെ ശ്രദ്ധയുണ്ട്. ഒരു കൊല്ലം മുമ്പേ ഞാനിങ്ങനെ പോകുമ്പോൾ കുട്ടികൾ വഴിയിൽ തടഞ്ഞു നിർത്തി. അവരെന്നോടൊരു ഫുട്ബോൾ മേടിച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ Google Payയിൽ കുറച്ച് പൈസ അവർക്ക് അയച്ചു കൊടുത്തു. അതാ വീഡിയോ എടുത്തു. എൻ്റെ കൂടെയുള്ള ആരും എടുത്തു. പിന്നീട് അത് വീഡിയോയിലിട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിളിക്കുകയാണ്. എത്രയോ പേര് വിളിക്കുക. നിസ്സാരക്കാരി 600 രൂപ കൊടുത്താൽ ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ വരെ ശ്രദ്ധിക്കുക. എൻ്റെ പോസ്റ്റർ തൊഴുതു നിൽക്കുന്ന പോസ്റ്ററാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾ, വളരെ കൊച്ചുകുട്ടികൾ സ്വീകരിക്കുന്നിടത്ത് അവർ തൊഴുകയോടുകൂടി നിൽക്കുക. കാരണം അവരുടെ വിചാരം ഞാനിങ്ങനെയാണെന്നാ. അപ്പോൾ ആ രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കുളിർമയുള്ള കാര്യങ്ങളാണ്. നിഷ്കളങ്കരാണ്, സത്യസന്ധരാണ്, ആത്മാർത്ഥമുള്ളവരാണ്. അമിതമായ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ചറിവിൻ്റെ ലോകത്താണ്. ഈ ലോകം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം ഇവിടേക്ക് മനസ്സിൽ നിന്നും പഴയ ഒരു ചിന്താഗതിയൊക്കെ മാറി പുതിയ ആളുകളായി മാറുകയാണ് പാലക്കാട്ടുകാർ. SDPയും വെൽഫെയർ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPM CAA വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചില്ല, മൗനം പാലിച്ചു എന്നൊക്കെ മണ്ണാർക്കാടും പട്ടാമ്പിലെല്ലാം വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. അവർ ആ ഒരു പ്രചരണം ശക്തമാക്കി തന്നെ മുന്നോട്ടും പോകുന്നുണ്ട്. എന്താണ് അതിൽ? അവരിപ്പോഴും പാവങ്ങൾ, വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്താണ്. കാരണം ഇവരെ വിചാരം പണ്ട് എന്ത് നുണ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റുണ്ട്, കമ്പ്യൂട്ടർ. ആ ഇൻ്റർനെറ്റിലൂടെ നോക്കിയാൽ ലോകത്ത് മുഴുവൻ നടക്കണറിയാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരൊക്കെയാണ് എതിർത്തത്, ആരൊക്കെയാണ് എതിർത്ത് പ്രസംഗിച്ചതെന്ന് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം. ഇവരൊരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇവരെ വിചാരം ഇവർ പറയുന്ന ആളുകൾ വിശ്വസിക്കാന്നാ. ഇന്നലെ പ്രിയങ്ക ഗാന്ധി അസന്നിഗ്ധമായി വ്യക്തമാക്കിയില്ലേ, CAA കോൺഗ്രസ് എതിർക്കുന്നു, ഗവൺമെൻറ് വന്നാൽ അത് അറബിക്കടലിൽ എറിയും. ഇന്നലെ പറഞ്ഞില്ലേ, പത്തനംതിട്ടയിൽ വന്ന് രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞു, കോൺഗ്രസിൻ്റെ കാർഗെ പറഞ്ഞു. ഞങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നു, ജനം കേൾക്കുന്നുണ്ട്. ഇവർ കേൾക്കരുത്, കാണരുത്, മിണ്ടരുത് എന്ന് വെച്ചുള്ള ഒരു അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാവങ്ങൾ അവർ വിഫല ശ്രമം നടത്തുക. ഇതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ CAA എതിർക്കാൻ CPM ആരാ? CPM എവിടെയുള്ളത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CPM BJP മത്സരം ഉണ്ടോ? VK ശ്രീകണ്ഠൻ തല മൊട്ടയടിക്കും, വീണ്ടും ആവർത്തിക്കുക. ഒരുത്തനും മിണ്ടിയില്ലല്ലോ. ഇവരെവിടെയാണ് എതിർക്കുന്നത്? നട റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് ആളുകളെ പറ്റിക്കുക. എതിർക്കേണ്ട സ്ഥലം പാർലമെൻറ്റാണ്. അവിടെ ഇവർ ആരും ഉണ്ടാവില്ല. BJP മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെല്ലുവിളി ആവുന്നുണ്ടോ UDFന്? BJP കഴിഞ്ഞ തവണ കുറേ ധാരണയിൽ കുറച്ച് വോട്ട് കിട്ടി. അത് വിചാരിച്ച് പ്രസ്റ്റീജ് മണ്ഡലമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് വിഡ്ഢികൾ. കാരണം എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരും, 2 കോടി പേർക്ക് തോല് കൊടുക്കും, ഗ്യാസ് ഫ്രീ തരും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച പാവപ്പെട്ട കുറേ ആളുകൾ, അവരൊക്കെ കബളിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പാലക്കാട് BJPക്ക് ഉണ്ടാവില്ല, ദൃഢനിശ്ചയമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ പ്രവർത്തകരെല്ലാവരും നൽകുന്ന ഒരു ആവേശത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും? സ്വാഭാവികമല്ലേ. കഴിഞ്ഞ തവണ 5 വർഷം ഞാനൊരു സ്ഥാനാർത്ഥിയായി വന്നു, എൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. അറിയാതെ തന്നെ എന്നെ അടുത്ത് വ്യക്തിപരമായി മനസ്സിലാക്കിയവർ എനിക്ക് വോട്ട് ചെയ്തു. രാഷ്ട്രീയമായിട്ട് വലിയ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇത്തവണ 5 വർഷം എങ്ങനെയാണ് ഈ ജനപ്രതിനിധി പ്രവർത്തിച്ച് എന്ന് വിലയിരുത്തണം. എൻ്റെ അഭിപ്രായം അതാണ്.
ഞാൻ 5 വർഷം പ്രവർത്തിച്ചെങ്ങനെ? എനിക്ക് മുമ്പ് 25 വർഷം എന്തായിരുന്നു ജനപ്രതികൾ? എന്നെ കാണാൻ വരുന്നവരോട് ആരോടെങ്കിലും ഏതാ പാർട്ടി മക്കളെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയാ, നിങ്ങളുടെ വീട് എവിടെയാണ്, പേരെവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. മറ്റേതല്ല, രാഷ്ട്രീയം നോക്കിയാണ് ഇടപെടൽ നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി കത്ത് വേണം, അതും MP കാണാൻ പറ്റില്ല, PA കാണാൻ പറ്റൂ. എന്നെ എല്ലാവർക്കും ആക്സസ് ആണ്. ഞാൻ ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും എല്ലാ സമൂഹത്തിൻ്റെയും ഒപ്പമുണ്ട്. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒപ്പമുണ്ട്. അതവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് വോട്ടായി മാറുന്നു. നല്ല കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഇവിടെ ഈ പാലക്കാട്ടുകാർ എങ്ങനെയാ അറിയോ, ഒരു പൂവ് കൊടുത്താൽ പൂന്തോട്ടം തരുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങോട്ട് കുറച്ച് സ്നേഹം കൊടുത്താൽ എനിക്ക് ഭാര്യയ്ക്ക് ഒരു സ്നേഹം തരിക. ഈ കാണുന്നത് മുഴുവൻ അതാ. നമ്മുടെ പ്രവർത്തകർ അമിതമായ ആവേശത്തിലാണ്. എങ്ങനെ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാവരും വണ്ടിയായിട്ട് വരിക, എല്ലാവരും പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണ്. മുമ്പ് അങ്ങനെയല്ല. ഇപ്പോൾ ഫണ്ട് പോലും ഇല്ലാതെ ഞങ്ങളുടെ പ്രവർത്തകരാണ് ഇവിടെയൊക്കെ ചുമര് എഴുതിയത്. ഇവരോട് ചോദിച്ചു നോക്കി, ഇവർ തന്നെ എഴുതുകയാണ്. അവരുടെ മതിൽ അവർ തന്നെ വൈറ്റ് വാഷ് അവർ തന്നെ എഴുതുക. എനിക്ക് ചിലവൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് കാര്യം. വിജയം തന്നെ വലിയ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിക്കും. തവണ ഭൂരിപക്ഷം കൂടും. എത്രയാന്നുള്ളത് അവരാ തീരുമാനിക്കുന്നത്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു പറയുന്നത്. പ്രവർത്തകരുടെ ആവേശത്തിൽ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് എന്ന് തന്നെയാണ് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് ബിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.